ഹലോ ബ്യൂട്ടിഫുൾസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നമ്മളുടെ സ്മോൾ വണ്ടറിലേക്ക് സ്വാഗതം. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മളുടെ സൈസ് ഏതാണെന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ സൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. സോ ഒട്ടും താമസിക്കാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കോമൺലി മെൻസ്ട്രൽ കപ്പിന്റെ സൈസ് നമ്മൾ പറയുമ്പോൾ എല്ലാവരും മെയിൻ ആയിട്ട് പറയുന്ന 3 കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഏജ് ആണ് അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ളത്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഫ്ലോ എത്ര ആണോ അതിനെ വെച്ചാണ് നമ്മൾ സൈസ് ഡിറ്റർമിൻ ചെയ്യാന്നുള്ളതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ മാരീഡ് ആണോ അതോ അൺമാരീഡ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ സി സെക്ഷനോ അല്ലെങ്കിൽ നോർമൽ ഡെലിവറിയോ ചെയ്തിട്ടുള്ളവരാണോ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഇത് എല്ലാം അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണെങ്കിലും ഇതിനേക്കാൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് സെർവിക്സിന്റെ ലെങ്ത് ഡിറ്റർമിൻ ചെയ്യുക. ഓരോരുത്തരുടെയും സെർവിക്സിന്റെ ഹൈറ്റ് കൂടുകയും, ചിലർക്ക് അപ്പർ ആയിട്ടാണ് വരുന്നത്, ചിലർക്ക് ലോവർ ആയിട്ടാണ്. അപ്പർ സെർവിക്സ് ആൻഡ് ലോവർ സെർവിക്സ് അങ്ങനെയും വരാറുണ്ട്. അതിനെ വെച്ച് നമ്മൾ ഡിറ്റർമിൻ ചെയ്തില്ല എങ്കിൽ നമ്മൾ മെൻസ്ട്രൽ കപ്പ് വിയർ ചെയ്യുമ്പോൾ അത് ഒരിക്കലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കില്ല. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു സെർവിക്സ് ലെങ്ത് ആയിരിക്കണം. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ ഈ പറയുന്ന ഏജും ഫ്ലോയും, അതുപോലെ നമ്മൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ അല്ലെങ്കിൽ സി സെക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണോ, അതെല്ലാം ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അത് കൂടാതെ ഉള്ള ഒരു ക്രൈറ്റീരിയ ആണ് നമ്മുടെ ഈ സെർവിക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ സെർവിക്സിന്റെ ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഫിംഗർ ആണ് കേട്ടോ ചൂസ് ചെയ്യാറുള്ളത്. ഈ ഫിംഗറിനെ വെച്ചാണ് നമ്മൾ സെർവിക്സിന്റെ ലെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്നും ചെയ്യാനില്ല, നമ്മളുടെ ഈ ഒരു ഫിംഗർ നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ വജൈനയിലേക്ക് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെർവിക്സിന്റെ എൻഡിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ സെർവിക്സ് ലോവർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഷോർട്ട് ലെങ്ത് കപ്പ് മാത്രം മതിയായിരിക്കും. അതേസമയം നിങ്ങൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫുൾ ഈ ഒരു ഫിംഗർ അകത്ത് ചെന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ഒരു സെർവിക്സ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ സെർവിക്സ് അപ്പർ ലെവലിലാണ് ഉള്ളത്. ഓക്കെ, സോ സെർവിക്സ് അപ്പർ ആണ്, നിങ്ങൾക്ക് ലോങ്ങർ ആയിട്ടുള്ള മെൻസ്ട്രൽ കപ്പാണ് ആവശ്യം. അഥവാ നമ്മൾ ഇതൊന്നും അറിയാതെ ഈ മെൻസ്ട്രൽ കപ്പ് നമ്മൾ ചൂസ് ചെയ്യാണ്, നിങ്ങളുടെ ഒരു ലോവർ ആയിട്ടുള്ള സെർവിക്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ലോങ് ആയിട്ടുള്ള കപ്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ നടക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം ഇതിന്റെ ആ ടിപ്പ് നമുക്ക് ഒരയുകയും റാഷസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ ഏകദേശം എല്ലാ സൈസസിനും സെയിം ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ പിക്ചേഴ്സ് കൊടുത്തേക്കാം. ഷോർട്ട് ആയിട്ടുള്ള കപ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ വൈഡർ ആയിട്ട് വന്നിട്ട് താഴെ ഒരു നീഡിൽ പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കും. അതേസമയം ലോങ്ങർ കപ്സ് ആണെങ്കിൽ ലോങ്ങർ കപ്സ് ഇതുപോലെ മോളിൽ നിന്ന് സ്ലെൻഡർ ആയിട്ട് താഴേക്ക് വന്ന് കുറച്ച് നീളം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതേസമയം ഷോർട്ടർ കപ്സ് ആണെങ്കിൽ ഇവിടെയൊക്കെ ഇച്ചിരി വൈഡർ ആയിരിക്കും. ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോഴാണ് അത് പോയിന്റഡ് ആയിട്ട് വരിക. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പറഞ്ഞത് മറക്കരുത്, ഫിംഗർ, ഈ ഫിംഗർ നമ്മളുടെ സെർവിക്സിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി സർവിക്സിന്റെ ഈ വോൾ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുക? നിങ്ങൾ കണ്ണു അടച്ചതാ ഈ മൂക്കിന്റെ അറ്റത്തേക്ക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കേ. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീല് വരില്ലേ? ആ ഒരു ഫീല് നിങ്ങൾ വജൈനയിലേക്ക് നിങ്ങളുടെ ഈ ഫിംഗർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങളുടെ സെർവിക്സിന്റെ എൻഡ്. സോ പറയുന്നത് മറക്കരുത്, ഈ ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇൻസേർട്ട് ചെയ്യുമ്പോഴേ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഷോർട്ടർ കപ്സ് ആണ്. ഈ പി സൈസിന്റെ കപ്സ് ഒക്കെ ഷോർട്ടർ കപ്സിന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ലോങ്ങർ കപ്പ് ആണെങ്കിൽ ഈ ഒരു ഫിംഗർ ഫുള്ള് ഇൻസേർട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ അറ്റം നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഇൻസേർട്ട് ചെയ്താൽ പോലും അറ്റം കിട്ടില്ല. അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ ലോങ്ങർ കപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലോങ്ങർ കപ്സിന്റെ എക്സാമ്പിൾ ആണ് സിറോണ എന്ന് പറയുന്ന ബ്രാൻഡ്. ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പി സേഫ് എന്ന് പറയുമ്പോൾ ഷോർട്ടർ കപ്സിന് ഷോർട്ട് ലെങ്ത് ഉള്ളവർക്കാണ്. അതുപോലെ നമ്മുടെ സിറോണ എന്ന് പറയുമ്പോഴത്തേക്ക് ലോങ്ങർ സർവിക്സ് അല്ലെങ്കിൽ ലെങ്ത് സർവിക്സിന്റെ കൂടുതലുള്ളവർക്കാണ് അത് ചൂസ് ചെയ്യുന്നത്. അത് രണ്ടിന്റെയും ഞാൻ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ സർവിക്സ് ലെങ്ത് എന്നുള്ള ക്രൈറ്റീരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജും അതുപോലെ നമ്മൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ, ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നമ്മളുടെ ഡെലിവറി, അതിനെയൊക്കെ ബേസ് ചെയ്തും നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യാറുണ്ട്, ഈ മെൻസ്ട്രൽ കപ്പ് സെലക്ട് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്മോളർ കപ്പ് ചൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ മാരീഡ് അല്ല,
ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ള കേസസിലാണ് നിങ്ങൾ സ്മോളർ കപ്പ് ചൂസ് ചെയ്യേണ്ടത്. സ്മോളർ കപ്പ് ചൂസ് ചെയ്യുമ്പം ഷോർട്ടർ ആണെങ്കിലും ലോങ്ങർ ലെങ്ത് ഉള്ള കപ്സ് ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ആ സമയത്ത് ചൂസ് ചെയ്യേണ്ടത് ഷോർട്ടർ കപ്പ് തന്നെയാണ്. എല്ലാ കമ്പനിയുടെയും, എല്ലാ മെൻസ്ട്രൽ കപ്പിന്റെയും കമ്പനിയുടെ അഡ്വർടൈസ്മെന്റിൽ ഈ കാര്യങ്ങളെല്ലാം കോമൺലി ആണ് മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷെ അവിടെ എങ്ങും മെൻഷൻ ചെയ്യാത്ത കാര്യമാണ് ഈ സർവിക്സ് ലെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സെക്കൻഡ് ക്രൈറ്റീരിയ, മീഡിയം സൈസ് ചൂസ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? മീഡിയം സൈസ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാരീഡ് ആണ്, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡെലിവറി നടന്നിട്ടുണ്ട്, എന്നാൽ C-സെക്ഷൻ ആണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മീഡിയം കപ്പ് ചൂസ് ചെയ്യാം. അത് ഷോർട്ടർ ലെങ്ത് ആണെങ്കിലും ലോങ്ങർ ലെങ്ത് ആണെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് മീഡിയം കപ്പ് ആയിരിക്കണം. ഓക്കെ. പിന്നെ ലാർജർ കപ്പ് ആരാണ് ചൂസ് ചെയ്യേണ്ടത്? ലാർജർ കപ്പ് ചൂസ് ചെയ്യേണ്ടത് മാരീഡ് ആയിട്ടുള്ളവരും, അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ളവരും, അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നോൺ വെറി ഡെലിവറി ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ലാർജർ കപ്സ് ആണ്. അവിടെ യൂസ് ചെയ്യുന്നത് ലാർജർ എന്തുകൊണ്ടാണ്? നമ്മൾ നോർമൽ ഡെലിവറിയുടെ സമയത്ത് നമ്മളുടെ സർവിക്സ് നന്നായിട്ട് വികസിക്കാറുണ്ട് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത്, ഈ ലാർജർ കപ്പ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ ഫ്ലോ ഒക്കെ ഓരോരോ പേഴ്സൺസിനെ ഡിപ്പെൻഡ്, പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്ലോ എന്ന് പറയുന്നത്. ചിലർക്ക് കൂടുതലായിരിക്കാം, ചിലർക്ക് കുറവായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അത് അതിൻ്റെ ഒരു ഫാക്ടറിന് നമുക്ക് പെട്ടെന്ന് എടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. ബട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ എപ്പോഴും മെൻസ്ട്രൽ കപ്പ് ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല പല ബ്രാൻഡ്സിൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. പണ്ടൊക്കെ ഇറങ്ങിയ ആ ഒരു സമയത്താണെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള സിലിക്കോൺ മെറ്റീരിയൽ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ കോട്ടണി സോഫ്റ്റ് ആയിട്ടുള്ള സിലിക്കോൺ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അതും കൂടി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തിയാവും. സോ എങ്ങനെ ഏത് ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം. സോ എല്ലാവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ലവ് യുവർ സെൽഫ്, കെയർ യുവർ സെൽഫ്, ബി സേഫ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.